ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫസ്റ്റ് ഡിവിഷനിൽ നിന്നും തരം താഴ്ത്തപ്പെടുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു ഒരു ഘട്ടത്തിൽ സാന്റോസ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ രക്ഷക വേഷത്തിൽ അവതരിച്ചത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അതിൻ്റെ ഫലമായി കൊണ്ട് അവസാനത്തെ 3 മത്സരങ്ങളിലും സാന്റോസ് വിജയിച്ചു. ബ്രസീലിലെ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടരാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, കോപ്പ സുഡാമേരിക്കാനയിലേക്ക് യോഗ്യത നേടാനും സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നെയ്മർ എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ എല്ലാ നിലയിലും സാന്റോസിന് വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ഇൻസ്റ്റഗ്രാം ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ലാബ്സ് ഒരു സർവേ നടത്തിയിരുന്നു. ഈ സർവേ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷനുകൾ ഉള്ള രണ്ടാമത്തെ ക്ലബ്ബ് ആയിക്കൊണ്ട് സാന്റോസ് മാറിയിരിക്കുകയാണ്. ഒരു എൻഗേജ്മെന്റ് ഇൻഡെക്സ് ആണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ക്രുസൈറോയാണ്. 2.1% അവരുടെ ഇൻഡെക്സ് വരുന്നത്. 2400 പോസ്റ്റുകളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ശരാശരി ഓരോ പോസ്റ്റിനും 68K എൻഗേജ്മെന്റ് ലഭിക്കുന്നുണ്ട്. രണ്ടാം സ്ഥാനത്താണ് സാന്റോസ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു പ്രമുഖ ബ്രസീലിയൻ ക്ലബ്ബുകളെ പരാജയപ്പെടുത്താൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. 1.63% അവരുടെ ഇൻഡെക്സ് വരുന്നത്. 1100 പോസ്റ്റുകളാണ് സാന്റോസ് പങ്കുവച്ചിട്ടുള്ളത്. ശരാശരി ഓരോ പോസ്റ്റിനും 116K ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടാക്കിയ ബ്രസീലിയൻ ക്ലബ്ബ് അത് ഇത്തവണ സാന്റോസ് തന്നെയാണ്. 2025 ആദ്യ 3 മാസത്തിനുള്ളിൽ വമ്പൻ കുതിച്ചുചാട്ടം അവർക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. 4.3 മില്യൺ ഫോളോവേഴ്സിൽ നിന്നും 7.4 മില്യൺ ഫോളോവേഴ്സ് ആയിക്കൊണ്ട് വർദ്ധിക്കുകയായിരുന്നു. നിലവിൽ 7.9 മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ സാന്റോസിനുള്ളത്. ഇത്രയധികം വർധനവ് ഉണ്ടാക്കിയ മറ്റൊരു ക്ലബ്ബും ഈ കാലയളവിൽ ബ്രസീലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനെല്ലാം നന്ദി പറയേണ്ടത് നെയ്മർ ജൂനിയറോട് തന്നെയാണ്. നെയ്മർ വന്നതിന് ശേഷമാണ് സാമൂഹിക മാധ്യമങ്ങളിലും ഇത്രയധികം റീച്ച് ഇപ്പോൾ സാന്റോസിന് ലഭിച്ചു തുടങ്ങിയത്. ഫോളോവേഴ്സിന്റെ എണ്ണത്തിലും സാന്റോസ് വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നെയ്മറുടെ കോൺട്രാക്ട് പുതുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സാന്റോസ് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.